ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റിയാണ്. അതിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് HbA1c, ഒന്ന് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ സെൽഫ് മോണിറ്ററിങ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെന്റർ, പാല. നമുക്ക് പൊതുവേ എല്ലാവരും അനുമാനിക്ക് നമുക്ക് ഷുഗർ കൺട്രോൾ എന്നറിയാൻ വേണ്ടി HbA1c നോക്കാമെന്നുള്ളത്. അതായത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ 3 മാസം കൂടുമ്പോൾ നോക്കുന്ന ഒരു സാധനമാണ് HbA1c. അത് എത്രത്തോളം അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഇന്ത്യ ഉള്ള രോഗികൾക്ക് എത്രത്തോളം ഗുണപ്പെടും. അതായത് HbA1c നമുക്കറിയാം, അതിന് നമ്മൾ ഒരു ലാബിൽ പോയി നോക്കുകയാണെങ്കിൽ 300 രൂപയോളം കൊടുക്കണം. അത് നമ്മൾ എല്ലാ മാസവും നോക്കേണ്ട ആവശ്യമില്ല, 3 മാസം കൊണ്ട് നോക്കണം. അതിൻ്റെ ഒരു നോർമൽ, അതായത് നമ്മൾ നല്ല കൺട്രോൾ എന്ന് പറയുകയാണെങ്കിൽ 6.5 to 7 ആണ്. 6.5 താഴെ നിൽക്കുകയാണെങ്കിൽ നല്ല വെരി ഗുഡ് കൺട്രോൾ എന്ന് വേണമെങ്കിൽ പറയാം. 7 ഒക്കെ വരികയാണെങ്കിൽ ഗുഡ് കൺട്രോൾ എന്ന് പറയും. 7.5 ആകുമ്പം സാറ്റിസ്ഫാക്ടറി എന്ന് പറയും. 8-ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പുവർ കൺട്രോൾ എന്ന് പറയും. അതാണ് HbA1cയുടെ ഒരു താരതമ്യം. അപ്പോൾ ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതാണ് മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ, അതായത് ഡയബറ്റിക് നെഫ്രോപ്പതി കിഡ്നിയെ ബാധിക്കും തടയാൻ പറ്റും. ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ണിനെ ബാധിക്കും തടയാൻ പറ്റും. അതുകൂടാതെ പെരിഫറൽ ന്യൂറോപ്പതി നമ്മുടെ ഞരമ്പുകളെ ബാധിച്ച് മരപ്പ്, പൗസ്റ്റൊക്കെ കൈക്ക് കാലിനുള്ള കുറയ്ക്കാൻ പറ്റും. അപ്പം പ്രധാനമായിട്ട് ഈ ഗ്ലൈസിമിക് വേരിയബിൾ, അത് ഷുഗർ കൂടുന്നു കുറയുന്നു. നമുക്കറിയാം നോർമൽ ബ്ലഡ് ഷുഗർ എന്ന് വെച്ചാൽ 100 to 200 മില്ലിഗ്രാമാണ്. ഫാസ്റ്റിംഗ് ഷുഗറൊക്കെ ആണെങ്കിൽ ഒരു 100-130 നിർത്താം. പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു 80-90 വയസ്സിലോ 150 വരെ ആണെങ്കിലും കുഴപ്പമില്ല. കഴിച്ച് കഴിഞ്ഞ് PPBS 2 hour കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന ബ്ലഡ് ഷുഗർ ഒരു 180-200. 180 താഴെ നിൽക്കുകയാണ് നല്ലത്. 200 വരെ പോവുകയാണെങ്കിൽ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് HbA1c ഒരു 7 താഴെ 6.5 to 7 നിർത്താൻ പറ്റും. അത് നമുക്ക് എത്രത്തോളം ചില കണ്ടീഷൻ, അതായത് നമുക്ക് രക്തക്കുറവുള്ളവർ, ഹീമോഗ്ലോബിൻ കുറവ്, അനീമിയ ഉള്ളവർക്ക്, ഹീമോഗ്ലോബിനോപ്പതീസ് എന്ന് പറയും, തലാസീമിയ, ഹീമോഗ്ലോബിൻ ഡിസോർഡേഴ്സ്, ഹീമോഗ്ലോബിനായിട്ട് ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് HbA1c വരെ നമുക്ക് എടുക്കാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ അത് തെറ്റുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇത് വരുമ്പോഴത്തേനും നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അനീമിയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പോൾ അനീമിയ ഉണ്ട്, നമുക്ക് ഹീമോഗ്ലോബിൻ കുറവാണ്. ഹീമോഗ്ലോബിൻ ഡിസോർഡേഴ്സ് ഉള്ളവരെ സംബന്ധിച്ച് HbA1c നമുക്ക് ഷുഗർ കൺട്രോൾ എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറയും. നമുക്ക് വീട്ടിൽ തന്നെ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ഷുഗർ നോക്കുക. പലപ്പോഴും രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒപ്പിയിലൊക്കെ വരും, നമ്മൾ പറയും ആഴ്ച 2 ദിവസം ഷുഗർ നോക്കുക. എല്ലാ ദിവസവും നോക്കണമെന്നില്ല. വേണമെങ്കിൽ ഫാസ്റ്റിംഗ് ഒരു ദിവസം നോക്കുക, 2 ദിവസം കഴിഞ്ഞ് ഒരു PPBS 2 hour 2 മണിക്കൂർ കഴിഞ്ഞുള്ള ഷുഗർ നോക്കാൻ പറ്റും. അതിൻ്റെ ഒരു ചാർട്ട് കൊണ്ടുവരാൻ പറ്റും. ഒരു മാസം കഴിഞ്ഞ് വരുന്നതാണെങ്കിൽ ഒരു 8 റീഡിംഗ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് അത് നോക്കുമ്പോൾ നമുക്ക് എത്ര ഫാസ്റ്റ് ഷുഗർ 100 താഴെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ 80 താഴെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു 150 മുകളിലേക്ക് പോയിട്ടുണ്ടോ, ആ റേഞ്ച് കീപ്പ് ചെയ്യുന്നുണ്ടോ നോക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവർക്ക് നമുക്ക് നല്ല അഡ്വൈസ് കൊടുക്കാൻ പറ്റും. എന്നാലും നമ്മൾ ഇപ്പോൾ ഗ്ലൈസമിക് വേരിയബിൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ പറയുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇത് 1 ടൈം ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒന്നുകിൽ ഏർലി മോർണിംഗ് ഫാസ്റ്റിംഗ് നോക്കുന്നു, അല്ലെങ്കിൽ 2 മണിക്കൂർ ആ സമയത്തെ ഗ്ലൂക്കോസ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നമ്മൾ വീനസ് ബ്ലഡ്, അല്ലെങ്കിൽ ഇതൊരു കാപ്പിലറി ബ്ലഡാണ്. നമ്മൾ കുത്തി നോക്കുന്ന ഗ്ലൂക്കോമീറ്റർ ഒരു സൂചി കൊണ്ട് കുത്തുന്ന വിരൽത്തുമ്പിലാണ് നോക്കുന്നത്. കാപ്പിലറി ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയും. നമ്മൾ ലാബിൽ വന്നെടുക്കുകയാണെങ്കിൽ അവർ ഞരമ്പിൽ നിന്ന് വെയിനിൽ നിന്ന് എടുക്കുന്നത് വീനസ് ബ്ലഡ്, അതാണ് കുറച്ചും കൂടെ ആക്യുറേറ്റ്. ഇച്ചിരി സമയം എടുക്കുക ലാബിൽ നോക്കാൻ വേണ്ടി. പിന്നെ അതുകൂടെ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറയും. നമ്മളൊരു ചിപ്പ് ഒരു മെഷീൻ ഒട്ടിച്ച് വിടും. അത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് റീഡ് ചെയ്യുന്ന സാധനമുണ്ട്, അത് വെച്ച് റീഡ് ചെയ്യും. മൊബൈലിലേക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലോറിൻ്റെ ഗ്ലൂക്കോസാണ് മെഷർ ചെയ്യുന്നത്. അത് കുറച്ച് ഡിലേ ഉണ്ടാകും. നമുക്ക് ഹൈപ്പോഗ്ലൈസിമിയ, ഷുഗർ താഴ്ന്നോ കൂടുന്നൊക്കെ അറിയണമെങ്കിൽ ഒരു 5 to 15 minutes ഡിലേ കഴിഞ്ഞ് അത് ഡിറ്റക്ട് ചെയ്യില്ല. കാരണം ഇൻഡസ്ട്രീഷ്യൽ ഫ്ലോറിലേക്ക് ഗ്ലൂക്കോസ് വരണം. അതിന് ആക്യുറസി കുറവാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും തിരക്കുള്ളവർ, എക്സിക്യൂട്ടീവ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ആവശ്യമുണ്ട്. ഇൻസുലിനൊക്കെ എടുക്കുന്നവരാണ്, അവർക്ക് ഫ്രീക്വൻ്റ് ഹൈപ്പോഗ്ലൈസിമിയ വരുന്നുണ്ടോ, അപ്പോൾ ഷുഗർ കൂടിയാൽ ഇൻസുലിൻ പമ്പുകളെ ഉള്ളവരൊക്കെയാണ് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഭയങ്കര വേരിയേഷൻസ്, ഒത്തിരി ഷുഗർ കൂടുന്നു താഴുന്നു, ഫ്രീക്വൻ്റ് ഹൈപ്പോഗ്ലൈസിമിയ, തുടർച്ചയായിട്ട് ഷുഗർ താഴുന്നു, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് നമ്മൾ പറയും. ഇൻസുലിനൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ അപ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം നമുക്ക് ഷുഗർ കുറയുന്നുണ്ട്, അത് ഓരോ 5 minutes അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് ആക്യുറസി കുറവാണ്. നമ്മൾ ഇതുകൂടെ ഗ്ലൂക്കോമീറ്റർ അല്ലെങ്കിൽ ലാബിൽ നോക്കുന്ന ബ്ലഡ് ഗ്ലൂക്കോസുമായിട്ട് ഏറ്റവും നല്ലത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് കുറവുണ്ട്. നമ്മുടെ വീടുകളിൽ തന്നെ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ആഴ്ച 2 പ്രാവശ്യം ഒരു ഫാസ്റ്റിംഗ് ഷുഗർ അല്ലെങ്കിൽ PPBS നോക്കുക. അപ്പോൾ ഒരു 8 റെക്കോർഡിങ് മതി. കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ചിലവേറിയതായതുകൊണ്ടും നമുക്ക് സാധാരണ ജോലി ചെയ്യുന്നവർക്ക് നമ്മളെ പറമ്പിലും പാടത്തൊക്കെ പണിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും നമുക്ക് അത് വേണമെന്ന് നിർബന്ധമില്ല. പിന്നെയുള്ളതെന്ന് വെച്ചാൽ അത് ആക്യുറസിയും കമ്പയർഡ് ടു
നമ്മൾ ഗ്ലൂക്കോമീറ്റർ അല്ലെങ്കിൽ ലാബിൽ നോക്കുന്നതായിട്ട് ആക്യുറസിയും കുറവാണ്. പിന്നെ നമ്മൾ ഇൻസുലിൻ പമ്പൊക്കെ ഉണ്ട്, നല്ല അളവ് ഇൻസുലിൻ എടുക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഹൈപ്പോഗ്ലൈസിമിയ അല്ലെങ്കിൽ കണ്ടുവാനും ഷുഗർ കൂടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് CGM കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് നമുക്ക് അഡ്വൈസ് ചെയ്യാം. ഇപ്പോൾ HbA1c നല്ലതാണ്, പക്ഷേ HbA1c ചില കണ്ടീഷൻസിൽ പറ്റിയില്ല. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അനീമിയ ഉള്ളവർക്ക് അത് നമുക്കൊരു ആക്യുറസി കുറഞ്ഞു വരുന്നുണ്ട്. കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഞാൻ പറഞ്ഞു അതും ചിലവേറിയതാണ്, എല്ലാവർക്കും ആവശ്യമില്ല. അതിനും ഗുണമുണ്ട് ദോഷമുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ല ചുരുക്കം പറഞ്ഞാൽ സെൽഫ് മോണിറ്ററിംഗ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ആണ്. നമ്മുടെ വീടുകളിൽ ഇതിനെ ഗ്ലൂക്കോമീറ്റർ വെച്ച് ഒരു ചാർട്ട് ഉണ്ടാക്കി ഡോക്ടറെ കാണുമ്പോൾ അത് കാണിക്കുക. അപ്പം ഡോക്ടർക്ക് മനസ്സിലായി എത്ര പ്രാവശ്യം ഷുഗർ താന്നു, എത്ര പ്രാവശ്യം ഷുഗർ കൂടി. അതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഷുഗർ കൺട്രോൾ വേണ്ടി. അപ്പോൾ HbA1c നോക്കുക, വീടുകളിൽ ഷുഗർ നോക്കുക, ഡോക്ടർ പറയുന്ന മരുന്ന് കഴിക്കുക. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യാനും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. താങ്ക് യു.